ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്കൾ തങ്കം എന്ന ഒരു തമിഴ് മൂവിയുടെ സ്റ്റോറിയാണ്. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരുന്ന മരുമകൾ നല്ല അടക്കവും ഒതുക്കവുമുള്ള ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് പലരും ആഗ്രഹിക്കുമല്ലേ. ഈ കുടുംബവും അങ്ങനെ ഒരു കുടുംബമായിരുന്നു. എന്നാൽ ഈ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾ ഒരു ഒന്നൊന്നര ഗ്യാങ്സ്റ്റർ ആണ്. പക്ഷേ ഈ സത്യം ആ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അവരാണെങ്കിൽ നിനക്ക് പാചകം അറിയാമോ, പാട്ട് പാടാൻ അറിയാമോ, വീട്ടുജോലികൾ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് അവളെ ദിവസം ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അവസാനം ഈ ടോർച്ചറിന് താങ്ങാനാകാതെ താൻ ആരാണെന്ന യഥാർത്ഥ സത്യം അവൾ ആ കുടുംബത്തിന് മുന്നിൽ തുറന്നു പറയുകയാണ്. അത് കേട്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന വീട്ടുകാർക്ക് മുന്നിലേക്ക് ആ മരുമകൾ കാരണം വലിയൊരു അപകടം കൂടി വന്നെത്തുന്നു. അപ്പോ കഥ പൂർണ്ണമായി അറിയാൻ വീഡിയോ അവസാനം വരെ കാണണേ. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രണയ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് വീട് വിട്ടിറങ്ങിയ ഒരാളെയാണ് കാണിക്കുന്നത്. അയാൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ അനിയത്തിയുടെ കല്യാണമാണെന്ന വാർത്ത അറിഞ്ഞു. വീട്ടുകാരെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാമെന്ന് കരുതി അവനും ഭാര്യയും കൂടി അനിയത്തിയുടെ കല്യാണത്തിനായി നാട്ടിലേക്ക് വരികയാണ്. ഇവൻ വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ച ആ പെൺകുട്ടി മറ്റാരുമല്ല, സമന്തയാണ്. ഇവർ വിവാഹിതരായ കാര്യം വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അനിയത്തിയുടെ കല്യാണത്തിന് പോയി അവരെ സോപ്പിട്ട് വീഴ്ത്താമെന്ന് കരുതിയാണ് നാട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ ഉടനെ അനിയത്തിയുടെ കല്യാണ തിരക്കുകളെല്ലാം ഗംഭീരമായി നടക്കുന്നത് കാണാം. സാമന്തയുടെ ഭർത്താവിന് ഒരു അനിയനുണ്ട്. അവൻ ആ നാട്ടിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവനാണ് ഇവരെ രണ്ടുപേരെയും സ്വീകരിക്കുന്നത്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ആരും ഇവരോട് മുഖം കൊടുത്ത് സംസാരിക്കുന്ന പോലുമില്ല. വീട് വിട്ട് ഓടിപ്പോയി കല്യാണം കഴിച്ചവൻ ഇപ്പോൾ ഏത് മുഖവും വെച്ചാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്ന ദേഷ്യത്തിൽ അച്ഛൻ ഇവരോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവരെല്ലാം മകനോട് സാധാരണ പോലെ സംസാരിക്കുന്നുണ്ട്. കാരണം ഓടിപ്പോയി കല്യാണം കഴിച്ചതാണെങ്കിലും ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ, അതും കെട്ടിയ പെണ്ണുമായിട്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഇറക്കി വിടുന്നത് ശരിയല്ലെന്ന് കരുതി അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ കയറ്റുന്നു. സാമന്തയുടെ ഭർത്താവായിരുന്നു ആ വീട്ടിലെ മൂത്ത മകൻ. അവൻ വന്നത് കണ്ട് ഒരു പരിധിവരെ കുടുംബത്തിലുള്ളവർക്കെല്ലാം സന്തോഷമാകുന്നുണ്ട്. മകൻ വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും വന്ന മരുമകൾ എങ്ങനെയുള്ളവളാണ് എന്നൊരു ചോദ്യം അമ്മയുടെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. കാരണം ഇവർ ലവ് മാരേജ് ആയതുകൊണ്ട് സാമന്തയെ കുറിച്ച് ഒരു വിവരവും അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അവളെ അരികിലിരുത്തി നീ ആരാണ് മോളെ, പേരെന്താണ് എന്നിങ്ങനെ അവളുടെ മുഴുവൻ ചരിത്രവും ചോദിച്ചറിയാൻ തുടങ്ങുന്നു. അപ്പോഴാണ് സാമന്തയ്ക്ക് അമ്മയും അച്ഛനും ഇല്ലെന്നും ഒരു അനാഥാലയത്തിലാണ് വളർന്നതെന്നും അറിയുന്നത്. അവൾക്ക് പാചകം ചെയ്യാൻ അറിയില്ല. ഏത് നാടാണെന്നോ അച്ഛനമ്മമാർ ആരാണെന്നോ ജാതിയോ കുലമോ ഒന്നും അറിയില്ല. ഇതൊന്നും അറിയാതെ വെറും പ്രണയം കാരണം മാത്രമാണ് കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ എന്റെ മകൻ ധൃതി പിടിച്ച് കെട്ടിക്കൊണ്ടു വന്നതാണില്ലേ, നീ ഈ വീടിന്റെ ഒരു മൂലയിൽ മരുമകളായി ഒതുങ്ങി പൊടിക്കോ എന്ന് പറഞ്ഞ് സാമന്തയെ അവർ അത്രയധികം അവഗണിക്കുന്നു. എന്നാൽ അവരുടെ ഈ പെരുമാറ്റം കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ ഒരു നല്ല മരുമകൾ എന്ന പേരെടുക്കണമെന്ന് സാമന്ത ആഗ്രഹിക്കുന്നു. കാരണം ചെറുപ്പം മുതലേ അനാഥയായി വളർന്നതുകൊണ്ട് ഒരു നല്ല കുടുംബം വേണമെന്ന് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുടുംബത്തിൽ ഞാനും ഒരു നല്ല പേരെടുത്താലല്ലേ എന്നെ അവർ ബഹുമാനിക്കൂ എന്ന് കരുതി എങ്ങനെയെങ്കിലും ഒരു നല്ല മരുമകളാകാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മരുമകൾ എന്നാൽ നല്ലൊരു കുടുംബവിളക്കായിരിക്കണം. പൂജകൾ ചെയ്യാനും പ്രാർത്ഥിക്കാനും അറിയണം. വീട്ടിലുള്ളവർക്ക് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ജോലി ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു നല്ല കുടുംബ മഹിമയുള്ള പെണ്ണായി വീട്ടുകാർ കാണുകയുള്ളൂ. ശരി, നമുക്കൊരു കൈ നോക്കാം എന്ന് കരുതി സാമന്തയും രംഗത്തിറങ്ങുന്നു. ഈ വീട്ടുകാർക്ക് ഒരു ശീലമുണ്ട്. എപ്പോഴും പുലർച്ചെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നത് അവരുടെ പതിവാണ്. അങ്ങനെ തുളസിത്തറയ്ക്കു മുന്നിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സാമന്തയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പൂജ ചെയ്യണമെന്നോ അവൾക്കറിയില്ല. അമ്മായിയമ്മ മംഗളഗീതം പാടൂ, ആരതി ഒഴിയൂ എന്നൊക്കെ പറയുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും തങ്ങളുടെ താലി എടുത്ത് അതിൽ കുങ്കുമം തൊടുന്നു. എന്നാൽ സാമന്ത നോക്കുമ്പോൾ താലി ബെഡ്റൂമിൽ മറന്നു വെച്ചിരിക്കുകയാണ്. എങ്കിലും അവൾ എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്യുന്നു. ഈ വീട്ടിൽ സാമന്ത മൂത്ത മരുമകളാണെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിച്ചവളാണ്. എന്നാൽ സാമന്തയുടെ ഭർത്താവിന്റെ അനിയനുണ്ടല്ലോ, അവന് വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്ന രണ്ടാമത്തെ മരുമകളും ആ വീട്ടിലുണ്ട്. ഇപ്പോൾ പുതുതായി വന്ന സാമന്ത നല്ല പേരെടുക്കാൻ നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അത് വീട്ടു തരാൻ പറ്റില്ലല്ലോ എന്ന മട്ടിൽ നേരത്തെ തന്നെ ആ വീട് മുഴുവൻ തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ മരുമകൾ. സാമന്ത പുതുതായി വന്നതോടെ ഇപ്പോൾ രണ്ട് മരുമക്കൾ തമ്മിൽ വലിയൊരു മത്സരമായി. നീയാണോ നല്ല മരുമകൾ അതോ ഞാനാണോ എന്ന തരത്തിലായി കാര്യങ്ങൾ. സാമന്ത വരുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ മരുമകൾ ആ വീട്ടിൽ ആർക്കൊക്കെ എന്തൊക്കെ വേണം, എങ്ങനെ പൂജ ചെയ്യണം, എങ്ങനെ പാചകം ചെയ്യണം, ആർക്കൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടം എന്നതെല്ലാം കൃത്യമായി ദിവസവും ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് സാമന്ത വന്ന് നല്ല പേരെടുക്കാൻ നോക്കിയാൽ അവൾ വിട്ടുകൊടുക്കുമോ? സാമന്ത എന്ത് ചെയ്യാൻ നോക്കിയാലും അവൾക്ക് ഒന്നും അറിയുകയുമില്ല. കാരണം അവൾ വളർന്നത് അനാഥാലയത്തിലാണ്. അതുകൊണ്ട് എങ്ങനെ പാചകം ചെയ്യണമെന്നോ ഈ കുടുംബത്തിൽ എങ്ങനെ പെരുമാറണമെന്നോ ഒരു പൂജ എങ്ങനെ ചെയ്യണമെന്നോ സാമന്തയ്ക്ക് ഒരു ഐഡിയയുമില്ല. എന്നാൽ രണ്ടാമത്തെ മരുമകളാകട്ടെ
മാതാപിതാക്കളുടെ തണലിൽ വളർന്ന് കുടുംബക്കാരുടെ പിന്തുണയോടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സാമന്തയ്ക്ക് നല്ല പേരെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും ഞാനാണ് ഈ വീട്ടിലെ മികച്ച മരുമകൾ എന്ന അവാർഡ് നേരത്തെ തന്നെ രണ്ടാമത്തെ മരുമകൾ സ്വന്തമാക്കിയിരുന്നു. ഇതിനുശേഷം സാമന്തയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസവും നാണക്കേട് മാത്രമാണ് മിച്ചം വരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ അവൾ തീരുമാനിക്കുന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ നാണം കെടുന്നത്, ഞാൻ ആരാണെന്ന് തെളിയിക്കുക തന്നെ ചെയ്യും. അവൾ നാട്ടിലുള്ള തന്റെ കൂട്ടുകാരിയെ ഫോൺ വിളിച്ച് സഹായം ചോദിക്കുന്നു. നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് വരുമോ? എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല. നീ നന്നായി പാചകം ചെയ്യുമല്ലോ, എന്നെ കൂടി ഒന്ന് പഠിപ്പിക്കാമോ? എനിക്കൊരു നല്ല കുടുംബം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നല്ല പേരെടുക്കാൻ എനിക്കൊന്ന് സഹായിക്കണം. എന്നാൽ കൂട്ടുകാരി എന്റെ ഭർത്താവിനെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അദ്ദേഹം എന്നെ പിരിഞ്ഞൊരു ദിവസം പോലും ഇരിക്കില്ല. ഞാനാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന് പറഞ്ഞ് വരാൻ പറ്റില്ലെന്ന് അറിയിക്കുന്നു. ഇത് കേട്ടതോടെ സാമന്തയ്ക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ നിനക്ക് വേണ്ടിയൊക്കെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ അനാഥാലയത്തിലായിരുന്നപ്പോൾ ചെറുപ്പത്തിൽ നിനക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിത്തന്നത് ഞാനല്ലേ എന്ന് പഴയ കഥകളൊക്കെ കുത്തിപ്പൊക്കി താനൊരു അനാഥയാണെന്ന് സെന്റിമെന്റ്സ് സംസാരിച്ച് കൂട്ടുകാരിയെ കൺവിൻസ് ചെയ്യുന്നു. ഒടുവിൽ ശരി ശരി നീ അഭിനയിക്കാതെ ഞാൻ വരാം, എനിക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം എന്ന് കൂട്ടുകാരി സമ്മതിക്കുന്നു. സാമന്ത പറഞ്ഞതനുസരിച്ച് നാട്ടിലെത്തിയ കൂട്ടുകാരിയെ വീട്ടിൽ താമസിപ്പിക്കാതെ ഒരു ലോഡ്ജിലാണ് താമസിപ്പിക്കുന്നത്. കാരണം വീട്ടിൽ താമസിപ്പിച്ചാൽ ഇത് ആരാണെന്ന് എല്ലാവർക്കും സംശയമുണ്ടാവും. വീട്ടുകാരുടെ മനസ്സിൽ ഇടം നേടണമെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നോക്കി അതനുസരിച്ച് വേണം പാചകം ചെയ്യാൻ. എന്നാൽ സാമന്തയ്ക്ക് പാചകം ഒട്ടും അറിയില്ല. ലോഡ്ജിൽ താമസിക്കുന്ന കൂട്ടുകാരിയോട് ഐഡിയ ചോദിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് പാചകം ചെയ്തു തരാം, നീ അത് വീട്ടിൽ കൊണ്ടുപോയി നീ തന്നെയാണെന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് എല്ലാവർക്കും വിളമ്പി കൊടുക്കൂ. ആ രുചി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അവർ നിന്നെ സ്വീകരിക്കും എന്ന് കൂട്ടുകാരി ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഐഡിയ അനുസരിച്ച് പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കൂട്ടുകാരി ഭക്ഷണം പാകം ചെയ്ത് ഒരു കരിയറിലാക്കി സാമന്തയുടെ വീട്ടിലെത്തിക്കും. അവളും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞാൻ തന്നെയാണ് ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്ന് വീട്ടുകാരെ വിശ്വസിപ്പിച്ച് പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് താനും ഒരു നല്ല കുടുംബ മഹിമയുള്ള പെണ്ണാണെന്ന് തെളിയിക്കാൻ നോക്കും. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകവേ ഒരു ദിവസം സാമന്തയും കൂട്ടുകാരിയും എന്ത് പാചകം ചെയ്യണമെന്ന് ആലോചിച്ച് മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോകുന്നു. അപ്പോൾ ആരോ ഒരാൾ ഒരു കാരണവുമില്ലാതെ സാമന്തയെ പിന്നാലെ ഫോളോ ചെയ്യുന്നത് കാണുന്നു. ആരാണിത് എന്ന് അവർക്ക് സംശയമായി. അവൻ ഫോളോ ചെയ്യുക തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായി വഴി തിരിഞ്ഞു പോയി നോക്കിയിട്ടും അവൻ കറക്റ്റായി അവരുടെ പിന്നാലെ തന്നെ വരുന്നു. അവൻ ഫോളോ ചെയ്യുകയാണെന്ന് ഉറപ്പായതോടെ അവൾ നേരെ അവന്റെ മുന്നിൽ ചെന്ന് ചോദിക്കുന്നു, ആരാ നീ എന്നെ ഫോളോ ചെയ്യുന്നത്? അപ്പോൾ അവൻ ചോദിക്കുന്നു, നിങ്ങൾ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു, നിങ്ങളുടെ പേര് ജാൻസി എന്ന് തന്നെയല്ലേ? ഇത് കേട്ടതും അവൾക്ക് ദേഷ്യം വരുന്നു. നിനക്ക് ജാൻസിയെ കുറിച്ച് അറിയണോ അതോ എന്നെ കുറിച്ച് അറിയണോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇല്ല, നിങ്ങളെ പിന്നിൽ നിന്ന് കണ്ടപ്പോൾ ജാൻസിയെ പോലെ തോന്നി. നിങ്ങൾ ജാൻസി ആണെങ്കിൽ സമ്മതിക്കൂ, ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. എന്നാൽ ഞാൻ ജാൻസി ഒന്നുമല്ല, മര്യാദക്ക് എന്റെ പിന്നാലെ വരുന്നത് നിർത്തിക്ക. ഈ എന്റെ പിന്നാലെ വന്നാൽ നിന്റെ മരണത്തിന് കാരണം ഞാനായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി അവനെ ഓടിക്കുന്നു. അവൾ അത്രയും ക്രൂരമായാണ് സംസാരിച്ചത്. അവരുടെ ആ സംസാരം കണ്ടു ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരി പോലും പേടിച്ചുപോയി. എന്താടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമില്ല, അവൻ ആരാണെന്ന് അറിയില്ല, വാ നമ്മൾ നമ്മുടെ ജോലി നോക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ സാമന്തയെ ഫോളോ ചെയ്ത ആ വ്യക്തി നേരെ ജയിലിൽ കിടക്കുന്ന കരുണ എന്നയാളെ കാണാൻ പോകുന്നു. കരുണയോട് ചെന്ന് അവൻ പറയുന്നു, കരുണ, ഞാൻ ജാൻസിയെ കണ്ടു, കാണാൻ അവളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, എങ്കിലും എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ കരുണ ഒരു ഐഡിയ കൊടുക്കുന്നു. നീ ജാൻസിയെ കണ്ടത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നീ വീണ്ടും അവളുടെ അരികിൽ പോകൂ. അവൾ ജാൻസി അല്ലെങ്കിൽ അവളെ നീ കൊലപ്പെടുത്തു. ഇനി അവൾ ജാൻസി ആണെങ്കിൽ അവൾ നിന്നെ കൊലപ്പെടുത്തും. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം അവൾ ജാൻസിയാണോ അല്ലയോ എന്ന്. ശരി, ഞാൻ അവളെ വീണ്ടും ഫോളോ ചെയ്യാം, അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അവനും ഇറങ്ങുന്നു. ഇവിടെ സാമന്ത തന്റെ കൂട്ടുകാരുടെ സഹായത്തോടെ പുലർച്ചെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ആരും അറിയാതെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഭക്ഷണം കൈമാറുന്ന സമയത്ത് പെട്ടെന്ന് വീടിന് പുറത്ത് ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. സമന്ത അത് ശ്രദ്ധിക്കുന്നു. ഈ സമയത്ത് ആരാണ് വണ്ടി ഓടിച്ചു വരുന്നത് എന്ന് നോക്കുമ്പോഴാണ് 4-5 പേർ വീടിന് പുറകിൽ നിൽക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്. ആരാണെന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്കറ്റിൽ വെച്ച് ഫോളോ ചെയ്തവനും ജയിലിൽ പോയി കരുണയെ കണ്ടവനുമായ ആ റോഡി തന്നെയാണ് വീണ്ടും സമന്തയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവൾ പറയുന്നു, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ. എന്നാൽ അവൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, നീ ജാൻസിയാണോ അല്ലയോ? അതിന് സമന്ത, ഞാൻ ജാൻസി ഒന്നുമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയുന്നു. അതിനുള്ള മറുപടി ഇപ്പോൾ അറിയാം എന്ന് പറഞ്ഞ് അവൻ സമന്തയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ അതുവരെ കുടുംബവിളക്കായി അടങ്ങി ഒതുങ്ങി ജീവിച്ച പെൺകുട്ടി അടിപിടിയുടെ കാര്യം വന്നപ്പോൾ അവരെ അടിച്ചു തകർക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ളത് പോലെയും അവരുടെ ജീവിതത്തിന് പിന്നിൽ എന്തോ ഒരു വലിയ ഫ്ലാഷ് ബാക്ക് ഉള്ളത് പോലെയും ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് അവനെ അടിച്ചോടിക്കുന്നു. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഒരു സാധാരണ പെണ്ണായിരുന്നെങ്കിൽ അവൾ ചത്തുപോയേനെ. ജാൻസി ആയതുകൊണ്ട് മാത്രമാണ് എന്നെ തിരിച്ചടിക്കുന്നത്. അപ്പോൾ ഇത് ജാൻസി തന്നെയാണ് എന്ന് അവൻ ഉറപ്പിക്കുന്നു. അവൻ വീണ്ടും ജയിലിൽ പോയി കരുണയെ കണ്ട്, ഞാൻ കണ്ടത് സത്യമാണ്, അവൾ ജാൻസി തന്നെയാണ്, ഞാൻ കൺഫേം ചെയ്തു എന്ന് പറയുന്നു. ഇതാണ് എനിക്കുള്ള അവസരം എന്ന് കരുതി ഇത്രയും വർഷമായി ജയിലിൽ കിടന്ന കരുണ എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ ഒരു പ്ലാൻ ഇടുന്നു. ജയിലിനുള്ളിൽ വെച്ച് ഒരാളെ വകവരുത്തി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് ഒരു വിപത്തിൽ 19 പേർ ഗ്യാസ് സിലിണ്ടർ കൊട്ടിത്തെറിച്ചു മരിച്ചു എന്നൊരു വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു. ആ മരിച്ച 19 പേരിൽ ഒരാൾ ഞാനാണ് എന്ന തരത്തിൽ റെക്കോർഡുണ്ടാക്കി അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു.
ഇവിടെ സാമന്ത റൗഡികളുമായി ഫൈറ്റ് ചെയ്തതും അവരെ അടിച്ചോടിച്ചതും എല്ലാം അവളുടെ കൂട്ടുകാരി കാണുന്നു. നീ ആരാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഭയങ്കരമായി പേടിച്ചുപോയി. അപ്പോൾ സാമന്ത പറയുന്നു, നീ ഇതാരോട് പറയരുത്, എന്നെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. ഇത്രയും നാൾ തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾ കൂട്ടുകാരിയോട് തുറന്നു പറയുന്നു. സാമന്തയും കൂട്ടുകാരിയും ചെറുപ്പത്തിൽ ഒരേ അനാഥാലയത്തിലാണ് വളർന്നത്. സാധാരണയായി അനാഥാലയങ്ങളിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം. അങ്ങനെ ഒരു ദമ്പതികൾ വന്ന് സാമന്തയുടെ കൂട്ടുകാരിയെ ചെറുപ്പത്തിൽ ദത്തെടുത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ കൂട്ടുകാരിക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു നല്ല കുടുംബം കിട്ടിയതുകൊണ്ട് അവളുടെ ജീവിതം സുഗമമായി മാറി. എന്നാൽ ഇവിടെ സാമന്തയാകട്ടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും തന്നെ വിട്ടുപോയല്ലേ എന്ന വിഷമത്തിൽ കഴിയുമ്പോൾ ആ അനാഥാലയത്തിലെ വാർഡൻ ചെറിയ കുട്ടികളെന്ന വ്യത്യാസമില്ലാതെ കുട്ടികളെ മോശമായി തൊടാനും മോശമായി നോക്കാനും തുടങ്ങി. ചെറുപ്പത്തിൽ തന്നെ സാമന്തയ്ക്ക് ഇത് വലിയ തെറ്റാണെന്ന് തോന്നുകയും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി അനാഥാലയത്തിൽ നിന്ന് അവൾ ഓടിപ്പോവുകയും ചെയ്തു. രക്ഷപ്പെട്ട ഉടനെ കിട്ടിയ ജോലികളൊക്കെ ചെയ്തു, കിട്ടിയ സ്ഥലങ്ങളിൽ ഉറങ്ങി. അങ്ങനെ ദിവസവും കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഒടുവിൽ ഒരു ലോഡ്ജിൽ അവൾക്ക് ജോലി കിട്ടുന്നു. അവിടെ ജോലി കിട്ടിയില്ലെങ്കിലും അവിടെയുള്ള ചില ആളുകൾ സാമന്തയെ വളരെ മോശമായ കണ്ണുകളോടെയാണ് നോക്കിയത്. ദിവസവും അവളെ പീഡിപ്പിച്ചു. ആ സമയത്താണ് കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന് ഈ സർവാധിപത്യത്തിനെതിരെ പോരാടുന്ന ഒരു സംഘം ആളുകൾ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായി ഈ ലോഡ്ജിലേക്ക് വരുന്നത്. ആ സംഘത്തെ കണ്ടപ്പോൾ സാമന്തയ്ക്ക് അതെല്ലാം പുതുമയുള്ളതായി തോന്നി. ആ സംഘത്തിൽ 2-3 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീകളെ കണ്ടപ്പോൾ അവർ എത്ര ധൈര്യത്തോടെയാണ് ജീവിക്കുന്നത്, എത്ര ധൈര്യത്തോടെയാണ് സംസാരിക്കുന്നത് എന്നൊരു ആഗ്രഹം സാമന്തയ്ക്കും ഉണ്ടായി. നമ്മളും ഇവരെ പോലെ ധൈര്യമുള്ളവരാകണം എന്ന് കരുതി അവൾ ധൈര്യം സംഭരിക്കുന്നു. ആരെന്നോട് മോശമായി പെരുമാറിയാലും അവനെ ഞാൻ കൊലപ്പെടുത്തും എന്ന തീരുമാനത്തിൽ അവൾ എത്തുന്നു. ലോഡ്ജിൽ ജോലി ചെയ്യുന്ന ഒരാൾ ദിവസവും സാമന്തയോട് മോശമായി പെരുമാറുമ്പോൾ ഒരു ഘട്ടത്തിൽ സായി കെട്ട് അവനെ അവൾ കത്തികൊണ്ട് കുത്തി വീഴ്ത്തുന്നു. ഈ കാര്യം ചെയ്തപ്പോൾ തനിക്കുള്ളിൽ ഒരു ധൈര്യം വന്നു എന്ന് മനസ്സിലാക്കി അവൾ ആ പോരാളി സംഘത്തിൽ പോയി ജോയിൻ ചെയ്യുന്നു. ഈ സംഘം സർവാധിപത്യത്തിനെതിരെ പോരാടുന്നത് കൊണ്ട് എപ്പോഴും കാട്ടിനുള്ളിലാണ് കഴിയുക. അവർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നാട്ടിൽ നടത്തിയിട്ട് വീണ്ടും കാട്ടിലേക്ക് തന്നെ മടങ്ങും. ഈ സംഘത്തിലെ തലവനായിരുന്ന കരുണ എത്രയൊക്കെ നല്ലവനാണെന്ന് നടിച്ചാലും അവന് പണത്തിനോട് വലിയ ആർത്തിയായിരുന്നു. അവൻ അധികാരികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് കാരണം ആ സംഘത്തിന്റെ ലക്ഷ്യങ്ങളും തത്വങ്ങളും ഇല്ലാതായി. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സാമന്തയ്ക്ക് നേരെയും ഒരു ഘട്ടത്തിൽ കരുണയുടെ ശല്യം കൂടാൻ തുടങ്ങി. അതുമാത്രമല്ല, പണം വാങ്ങിക്കൊണ്ട് സ്വന്തം ആളുകളെ തന്നെ അവൻ വകവരുത്തുന്നുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. ഇവനെ എങ്ങനെയെങ്കിലും പോലീസിൽ കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്ത സാമന്ത അവൻ എവിടെയാണുള്ളത് എന്ന് പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. പോലീസ് വന്ന് കരുണയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതിനുശേഷം ആ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന സാമന്ത ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. ഇപ്പോൾ ആ ഭർത്താവിന്റെ വീട്ടിൽ ഒരു നല്ല മരുമകൾ എന്ന പേരെടുക്കാൻ വേണ്ടിയാണ് അവൾ കഷ്ടപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് സാമന്ത കൂട്ടുകാരിയോട് പറയുന്നത്. നിന്റെ ജീവിതം നോർമൽ ആയിരിക്കാം, പക്ഷേ എന്റെ ജീവിതം വളരെ കഠിനമായ ഒന്നായിരുന്നു എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നു. ഇതിനുശേഷം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കരുണ എങ്ങനെയെങ്കിലും സാമന്തയെ കാണണമെന്നും അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും കരുതി അവളെ തേടി വരുന്നു. എന്നാൽ സാമന്ത ഇപ്പോൾ പഴയ ജാൻസി അല്ല. കാരണം ആ കാട്ടിനുള്ളിൽ ആ സംഘത്തോടൊപ്പം ജാൻസി എന്ന പേരിൽ മാത്രമാണ് അവൾ ജീവിച്ചിരുന്നത്. വിവാഹം കഴിഞ്ഞതോടെ ആ പേര് എനിക്ക് ഇനി വേണ്ടെന്ന് കരുതി അവൾ പേര് മാറ്റിയിരുന്നു. ഇപ്പോൾ കരുണ വന്ന് അവളെ ജാൻസി എന്ന പഴയ പേര് വിളിച്ച് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. കരുണ സാമന്തയെ നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ, എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്നെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നീ എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ. ആ ലോഡ്ജിൽ നീ കഷ്ടപ്പെടുമ്പോൾ ഞാനാണ് നിന്നെ രക്ഷിച്ചത്, ഞാനാണ് നിന്നെ സ്വതന്ത്രയാക്കിയത്, എനിക്കൊരു നല്ല ജീവിതം തന്നത് എന്ന് പഴയ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ സാമന്ത കരുണയോട് അപേക്ഷിക്കുന്നു, നീ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചു. ഇപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞു, എനിക്കൊരു കുടുംബമുണ്ട്, എന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കൂ. ശരി, പൊയ്ക്കോ എന്ന് പറഞ്ഞ് കരുണ പുറമേ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എങ്ങനെയെങ്കിലും സാമന്തയെ സ്വന്തമാക്കണം എന്നൊരു വെറി അവനുണ്ടായിരുന്നു. കാരണം കാട്ടിനുള്ളിലായിരുന്നപ്പോൾ തന്നെ അവൻ ജാൻസിയെ വളരെ മോശമായ രീതിയിലാണ് നോക്കിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല, സാമന്ത താനൊരു ജാൻസിയാണെന്നും ഒരു കൊട്ടേഷൻ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണെന്നുമുള്ള സത്യം ഈ വീട്ടിലുള്ളവർക്കോ ഭർത്താവിനോ അറിയില്ലായിരുന്നു. ഈ കാര്യം ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് പറയും എന്ന് പറഞ്ഞ് കരുണ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. ആ സമയത്താണ് വീട്ടിൽ അനിയത്തിയുടെ കല്യാണം നടക്കുന്നത്. ആ സമയത്ത് ഞാൻ സാമന്തയുടെ മാമനാണ് എന്ന് പറഞ്ഞ് കരുണ വീടിനുള്ളിൽ കയറി അവളെ ഒരുപാട് ഭയപ്പെടുത്തുന്നു. മര്യാദയ്ക്ക് എന്റെ കൂടെ പോര്, നിന്റെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, എന്റെ കൂടെ വരണം. നീ വന്നില്ലെങ്കിൽ നീ ആരാണെന്ന സത്യം ഞാൻ എല്ലാവരോടും പറയും, ഈ വീട് വിട്ട് നീ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കരമായി ടോർച്ചർ ചെയ്യുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞതാണ്, ഇതാണ് എന്റെ കുടുംബം എന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും കരുണ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ശരി, കുഴപ്പമില്ല, ഞാൻ നിനക്ക് സമയം തരാം. ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ കൊലപ്പെടുത്തും. ഇവരെല്ലാവരെയും കൊന്നിട്ടാണെങ്കിലും ഞാൻ നിന്നെ കൊണ്ടുപോകും എന്ന് ഭയങ്കരമായി ഭീഷണിപ്പെടുത്തുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ശല്യം വളരെ കൂടിക്കൂടി വന്നു. ഇനി വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി സാമന്ത തന്റെ ഭർത്താവിന്റെ അനിയനുണ്ടല്ലോ അവനോട് ചെന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആളൊരു പോലീസല്ലേ, ഞാനൊരു കൊട്ടേഷൻ സംഘത്തിൽ ഉണ്ടായിരുന്നു. ആ സംഘത്തിന്റെ പ്രധാന തലവനായിരുന്നു കരുണ. അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അതും അവൻ മരിച്ചു എന്നൊരു വ്യാജരേഖ ഉണ്ടാക്കി അവൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. അവൻ ജീവനോടെ തന്നെയുണ്ട്, എങ്ങനെയെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പോലീസുകാരനായ അനിയനോട് പറയുന്നു. പിന്നീട് തന്റെ ഭർത്താവിനോടും താൻ ആരാണെന്ന് സത്യം അവൾ തുറന്നു പറയുന്നു.
ഭർത്താവിന് ചെറുതായി സങ്കടം തോന്നിയെങ്കിലും കുഴപ്പമില്ല, ആ കരുണയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ചേട്ടനും അനിയനും ഒന്നു ചേർന്ന് കരുണയെ വീണ്ടും ജയിലിലാക്കാൻ പ്ലാൻ ഇടുന്നു. കരുണ ജയിലിൽ വെച്ചുണ്ടായ ഒരു ചെറിയ അപകടത്തിൽ മരിച്ചു എന്ന റെക്കോർഡ് ഉണ്ടാക്കിയാണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ അവൻ ജീവനോടെ ഉണ്ടെന്ന കാര്യം പോലീസിന് മനസ്സിലായാൽ തീർച്ചയായും അവനെ അറസ്റ്റ് ചെയ്യും എന്ന് കരുതി അവന്റെ ഒരു ഫോട്ടോ എടുത്ത് DGP ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞതോടെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ കരുണയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. ഇതെല്ലാം സവന്തയുടെ പണിയാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ഒരു ഘട്ടത്തിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടുന്ന അവൻ നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് തന്റെ ആളുകളെയെല്ലാം കൂട്ടി രാത്രിയോട് രാത്രി സവന്തയുടെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ ഈ വശത്ത് സവന്ത കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തി തന്റെ ഫ്ലാഷ് ബാക്ക് തുറന്നു പറയുന്നു. എനിക്കിങ്ങനെ ഒരു ഭൂതകാലമുണ്ട്. ഞാനൊരു പോരാളി സംഘത്തിൽ പെട്ടുപോയതാണ്. ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. എങ്കിലും ആ സംഘത്തിന്റെ തലവൻ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവൾ കുടുംബത്തോട് പറയുന്നു. വീട്ടുകാർ ആദ്യം ഇതെല്ലാം കേട്ട് വളരെ വിഷമിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തെങ്കിലും പിന്നീട് നീ ഒട്ടും വിഷമിക്കണ്ട, നീ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ്, ഞങ്ങളുടെ മരുമകളാണ്, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് സവന്തയ്ക്ക് പിന്തുണ നൽകുന്നു. അപ്പോഴേക്കും കരുണ തന്റെ ആളുകളുമായി മിരിഞ്ഞു പുറത്ത് വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കുടുംബം മുഴുവൻ ഒന്നിച്ചു കഴിഞ്ഞു. കരുണയുടെ ഗ്യാങ്ങും സാമന്തയുടെ കുടുംബവും തമ്മിൽ വലിയൊരു ഫൈറ്റ് ആരംഭിക്കുകയാണ്. നിന്നെ ഞാൻ സ്വന്തമാക്കാതെ വിടില്ല എന്ന് പറഞ്ഞ് തോക്കുകളുമായി റോഡികൾ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നു. ഈ വശത്തും അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും തമ്മിൽ ഭയങ്കരമായി അടിപിടി നടക്കുന്നു. സാമന്ത എല്ലാവരെയും അടിച്ചു തകർക്കുകയാണ്. ഫൈറ്റ് വളരെ വലുതായി മാറുന്നു. കരുണയ്ക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന ദേഷ്യത്തിൽ താൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടിയെ അവൻ തോക്ക് കൊണ്ട് വെടിവെക്കുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ സാമന്ത തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് കരുണയുടെ കഴുത്തിൽ കുത്തിയിറക്കുന്നു. അങ്ങനെ കരുണ അവിടെ വെച്ച് മരണപ്പെടുന്നു. സാമന്തയ്ക്ക് വെടിയേറ്റിരുന്നെങ്കിലും കൃത്യസമയത്ത് അവളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. കരുണ മരിച്ചതോടെ ആ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. സാമന്തയുടെ ജീവിതത്തിന് പിന്നിൽ ഇങ്ങനെയുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നെങ്കിലും ഇനി അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഞാനും ഈ കുടുംബത്തിലെ ഒരു നല്ല മരുമകളാണ്, ഞാനും ഒരു കുടുംബ വിളക്കാണ് എന്ന് അവൾ ആ വീട്ടിൽ തെളിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മനോഹരമായ കുടുംബജീവിതം അവൾ ജീവിക്കാൻ തുടങ്ങുന്നു. ഇതോടെ സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടവരെല്ലാം സൂപ്പർ എന്ന് കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ചെറിയ കമന്റ് എനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. ഈ സിനിമയുടെ കഥ വളരെ ലളിതമാണെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അടിമത്തവും സ്ത്രീകൾ അനാഥരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ എത്രയധികം പ്രശ്നങ്ങളുണ്ടെന്നും ഈ സിനിമ വ്യക്തമാക്കുന്നുണ്ട്. ഒരു സ്ത്രീ എങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്ന് ഇതിൽ വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണിത്. എങ്കൽ തങ്കം എന്ന സിനിമയുടെ മൂവി എക്സ്പ്ലനേഷൻ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.